ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിംഗിൽ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള വലിയ അബദ്ധങ്ങൾ ഡ്രൈവിംഗിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ ഈ മിസ്റ്റേക്കുകൾ ഡ്രൈവിംഗിൽ ചെയ്യുമ്പോൾ പലപ്പോഴും ഇതൊരു വലിയ അബദ്ധമാണെന്ന് പലരും ചിന്തിക്കാറില്ല. പക്ഷെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഈ മിസ്റ്റേക്ക് നമ്മൾ ഡ്രൈവിംഗിൽ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവിംഗിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളൊരു വാഹനം റോഡിൽ ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവിംഗിൽ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ്. ഈ അബദ്ധം നിങ്ങൾ ഒഴിവാക്കുക. ഈ വീഡിയോ പ്രയോജനം ചെയ്താൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാർ ഡ്രൈവിംഗിൽ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഡ്രൈവിംഗിൽ ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല. വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത പല തുടക്കക്കാരും ഡ്രൈവിംഗിൽ നിരന്തരം ഈ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പലരും തന്നെ ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് തന്നെ തിരിച്ചറിയാറില്ല. നിരന്തരം ചെയ്ത് അതൊരു വലിയ അബദ്ധം അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്ക് എത്തുന്ന സാഹചര്യം വരുമ്പോഴാണ് ഇത് നമ്മൾ ഡ്രൈവിംഗിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട രീതി ഇതല്ല എന്ന് പലരും മനസ്സിലാക്കി തുടങ്ങുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴാണ്. അപ്പം ഞാനത് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുകയാണ്, വാഹനം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയാണ്, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു. ഓക്കെ, ആക്സിലറേഷൻ മെല്ലെ കൊടുത്ത് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ വാഹനം ഇങ്ങനെ മുന്നോട്ടെടുത്തു. ഓക്കെ, എന്നിട്ട് വണ്ടിക്ക് മൂവ് ആക്കി ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. നമ്മൾ എപ്പോഴും ഗിയർ ഇടുന്ന സാഹചര്യങ്ങളിൽ അടുത്ത ഗിയർ ഇട്ട് സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് നിങ്ങൾ എപ്പോഴും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് തന്നെ ഓരോ ഗിയർ വിടുക. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ വരികയാണ്, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ സ്പീഡാക്കിയിട്ട് ഞാൻ ഇത് ക്ലച്ച് ചവിട്ടി തേർഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. അപ്പം നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആയി ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമ്മൾ ഫോർത്ത് ഇടുന്ന സാഹചര്യങ്ങളിലും ഡ്രൈവിംഗിൽ ഇപ്പം ഇവിടെ നിരപ്പായിട്ടുള്ള ഒരു പ്രതലമാണ്, ചെറിയ വളവും തിരിവുണ്ട്, ഇറക്കമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് ഫോർത്ത് ഇടാം, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാം. അവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ഞാനിങ്ങനെ നാലാമത്തെ ഗിയറിൽ വരികയാണ്. ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു അബദ്ധം ഞാൻ നിങ്ങളെ കാണിച്ചാൽ, ഇപ്പം ഇങ്ങനെ നാലാമത്തെ ഗിയറിൽ വരുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇതുപോലെ ക്ലച്ച് ചവിട്ടിയിട്ടതുകൊണ്ട് ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് ഒറ്റ എടുപ്പെടുക്കും. ഇപ്പം വാഹനത്തിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് പിടികിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായി. അപ്പം നമ്മൾ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തപ്പോൾ ചെയ്തൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കൊടുത്ത സാഹചര്യത്തിൽ നമ്മളൊരു ജംഗ്ഷൻ വരുമ്പോൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ട ഒരു മെത്തേഡ് ഡ്രൈവിങ്ങിൽ ഇങ്ങനെയല്ല ജംഗ്ഷനിൽ കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഇപ്പം ഞാൻ ഇതുകൊണ്ട് തേർഡ് ഗിയറിൽ വന്നു, വീണ്ടും ഞാൻ ഫോർത്തിലേക്ക് വരികയാണ്. ഫോർത്തിൽ വന്ന് ഞാൻ ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ എനിക്ക് സൈഡ് ഒതുക്കി നിർത്തണമെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തുടക്കക്കാർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സൈഡ് ഒതുക്കാനായിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റിലേക്ക് ഇടും, ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന എന്ത് ചെയ്യും, കാല് പെട്ടെന്ന് എടുക്കുമ്പോൾ ഇതുണ്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജെർക്ക് വരും. ഇങ്ങനെയല്ല നമ്മൾ ഫസ്റ്റിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ വണ്ടി സൈഡ് ഒതുക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ തേർഡിലേക്ക് ഇടുന്നു. ഇപ്പം ഞാൻ മൂന്നാമത്തെ ഗിയറിൽ പോവാണ്. ഇവിടെ എനിക്ക് ഫസ്റ്റ് കൊടുക്കണമെന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ഓൾറെഡി ആക്സിലറേഷൻ അയച്ച് വണ്ടിയുടെ സ്പീഡ് നമ്മൾ കുറയ്ക്കുക. സ്പീഡ് കുറഞ്ഞില്ലെങ്കിൽ ബ്രേക്കിലേക്ക് ചവിട്ടി വണ്ടി സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, വണ്ടിയുടെ റണ്ണിങ് നിന്നു എന്ന് കരുതിയിട്ടേ ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കൊടുക്കുന്നത് അറിയത്തില്ല, ഒരു ജെർക്കും വരത്തില്ല. പക്ഷെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന പലർക്കും തന്നെ ഇങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ഡ്രൈവിങ്ങിൽ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട്. ഇത് നിങ്ങൾ ഒരു കാരണവശാലും ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് പാടില്ല. ഈ അബദ്ധം ഏറ്റവും അധികം ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് സംഭവിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ വരുവാണ്, ഞാനിത് തേർഡിലേക്ക് ഇടുന്നു,
വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ഫോർത്തിലേക്ക് ഇടുന്നു. ഇങ്ങനെ 4ാമത്തെ ഗിയർ വരികയാണ്. അപ്പോൾ ഇതിവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം കണ്ടു. അപ്പോൾ എന്ത് ചെയ്യും, തുടക്കക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടി കയറ്റമാണല്ലോ എന്ന് കരുതി ഫസ്റ്റ് കൊടുക്കും, ക്ലച്ച് എന്നെടുക്കും. വാഹനത്തിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ, ഞാനിപ്പോൾ കൈ ഒന്ന് ഫ്രീ ആക്കി അയച്ചപ്പോൾ ഇതുണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ വന്ന ഒരു ജെർക്ക് ഉണ്ടോ ഫസ്റ്റ് കൊടുത്തിട്ട്. അത്രയും ഒരു ആട്ടം വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരും. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഫ്രണ്ടിലേക്ക് ആഞ്ഞു വന്ന് അവരുടെ തലയൊക്കെ ഇവിടെ ഇടിക്കാൻ സാധ്യതയുണ്ട്. പുറകിലുള്ളവരാണെങ്കിലും മുന്നിലേക്ക് ആഞ്ഞു വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് 4ാമത്തെ ഗിയറിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ. ഇനി നമ്മളൊരു തേർഡിലാണെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ ഫസ്റ്റ് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ കയറ്റത്താണെങ്കിലോ ഫസ്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം, ഇപ്പം ഞാനിവിടെ സെക്കൻഡ് കൊടുത്തു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാനിതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ഇപ്പം 3ാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, അപ്പം വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നു, ചെറിയൊരു വളവ് തിരിഞ്ഞ് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു, 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ എനിക്കിവിടെ സൈഡ് ഒതുക്കി എൻ്റെ വാഹനം നിർത്തണം എന്ന് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ അയച്ച് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുന്നതിനോടൊപ്പം ബ്രേക്കിലും കൂടെ വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്ന സെയിം സാഹചര്യത്തിൽ ഫോർത്തിലാണെങ്കിൽ നമ്മൾ ഇത്തിരി നേരത്തെ ക്ലച്ച് ഒന്ന് ചവിട്ടി കൊടുത്തേക്കണം. അല്ലെങ്കിൽ ബ്രേക്ക് അമിതമായിട്ട് ചവിട്ടി വണ്ടി ഓഫ് ആയി പോകും. ഇതുകൊണ്ട് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മെല്ലെ ഫസ്റ്റ് കൊടുത്ത് ഇതുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ ഇതുപോലെ പതുക്കെ നിങ്ങൾ എടുക്കാനായിട്ട് പഠിക്കണം. ഇനി ഇത് തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ തേർഡ് ഗിയറിൽ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പം ഞാൻ ഇതുണ്ടോ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ഞാനിത് തേർഡിലേക്ക് ഇടുന്നു. തേർഡിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, സൈഡ് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, തേർഡിലാണ് വരുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പതുക്കെ നമ്മുടെ വാഹനം ഇതുണ്ട് സൈഡിലേക്ക് നമ്മൾ ഒതുക്കി വരുന്നു. അപ്പം ഓൾറെഡി സെക്കൻഡ് വരുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് കുറഞ്ഞ് നമുക്ക് പിടിച്ച് വരും. എന്നിട്ട് ഈ സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പതിയെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇതുണ്ട് ഇടുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താലും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഡ്രൈവിങ്ങിൽ പ്രയോഗിക്കാൻ പറ്റുന്ന 2 ടെക്നിക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വാഹനം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സാഹചര്യങ്ങളിൽ ഡയറക്റ്റ് ക്ലച്ച് ചവിട്ടി ഇടുന്നതിന് പകരമായിട്ട് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താൽ ജെർക്ക് നമുക്ക് ഒഴിവാക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഗിയർ ഡൗൺ ചെയ്ത് വരിക. ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തേർഡിലേക്ക് വരുന്നു, അതിനുശേഷം സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു, അതിനുശേഷം ഫസ്റ്റിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് വാഹനത്തിൻ്റെ വേഗത കുറയുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഡ്രൈവിങ്ങിൽ പരിഹരിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ ഇനി വാഹനം ഓടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്നും ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഫസ്റ്റ് ഗിയറിലേക്ക് പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.